ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ കാറ്റഗറി കോഡ് 140/2024 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 2025 ഏപ്രിൽ 11 നടന്ന എക്സാം ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാട്ടോ. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ 1930 മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവർ ആരൊക്കെയാണെന്നാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? സി മാത്രം ശരി. അതായത് ടി.കെ. മാധവനും ഇക്കണ്ട വാര്യരും. അതായത് ബന്ധമില്ലാത്തവരാണ് ടി.കെ. മാധവനും ഇക്കണ്ട വാര്യരും. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമുള്ളവരാണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, പി കൃഷ്ണപിള്ള, ആർ.വി. ശർമ്മ, ഇ മൊയ്തു അലവി ട്ടോ. മൊയ്തു മൗലവി. ഓപ്ഷൻ സി ആയിട്ടുള്ള ടി.കെ. മാധവനും ഇക്കണ്ട വാര്യരുമാണ് മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവരും. അപ്പൊ ടി.കെ. മാധവന് പ്രധാനമായിട്ടും ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? അതായത് വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1930 ഇദ്ദേഹം അന്തരിച്ചിട്ടുള്ളത് കേട്ടോ. ടി.കെ. മാധവൻ 30 അന്തരിച്ചിട്ടുണ്ട്. ഇക്കണ്ട വാര്യരോ? ഇക്കണ്ട വാര്യർ അതായത് അദ്ദേഹം കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ നേതാവായിരുന്നു. ഇതുപോലെ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഈ ഇക്കണ്ട വാര്യർ. അതുപോലെ തന്നെ എന്താണ്? 1936 തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പൊ ടി.കെ. മാധവന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇക്കണ്ട വാര്യര് നമ്മുടെ എന്താണ്? തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കേട്ടോ. 1936 നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമുള്ളവരാണ്. പഠിക്കട്ടോ. ക്വസ്റ്റ്യൻ 2, സർദാർ കെ.എം. പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കേന്ദ്ര കഥാപാത്രമാക്കിയിരിക്കുന്നത് ആരെയാണെന്നാണ് കേട്ടോ. ആരെയാണ്? ഓപ്ഷൻ ബി എന്താണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ 4 സമ്മേളനങ്ങൾ കാലഗണനാ ക്രമത്തിൽ നൽകിയിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ്? INC-യുടെ സമ്മേളനമാണ് കൊടുത്തിട്ടുള്ളത്. അതിലെന്താണ്? ആദ്യ 4 സമ്മേളനങ്ങൾ കാലഗണനാ ക്രമത്തിൽ നൽകിയിട്ടുണ്ട്. ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻ സി ആണ്. അതായത് ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹാബാദ്. ഓക്കെ, ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹാബാദ്. ഓരോന്നിന്റെയും വർഷം എന്താണ്? ബോംബെയിൽ 1885 നടന്നിട്ടുള്ളത്. കൽക്കട്ട 86, അലഹാബാദ് അതുപോലെ പിന്നീട് മദ്രാസിൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. INC-യുടെ സമ്മേളനങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, 1931 മാർച്ച് 23 ഭഗത് സിംഗിനോടൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ ആരൊക്കെയാണെന്നാണ് കേട്ടോ. ഏതാണ്? പിന്നെ ആ ഒരു ഡേറ്റ് നോക്കാം. 1931 മാർച്ച് 23 ഭഗത് സിംഗിനോടൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ ആരെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. അതായത് രാജ്ഗുരു സുഖ്ദേവ്. ഓക്കെ, രാജ്ഗുരു സുഖ്ദേവ്. ഇതെന്താണ്? ലാഹോർ ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരെ തൂക്കിലേറ്റിയത് കേട്ടോ. അപ്പം വർഷം നോക്കുക, 1931 മാർച്ച് 23. അപ്പൊ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ആയിട്ടുള്ള സൗണ്ടേഴ്സിനെ വധിച്ച കേസിലാണ് ഭഗത് സിംഗ് അതുപോലെ രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റാൻ വിധിച്ചത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് 1936 തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. ആരാണ് നേതൃത്വം നൽകിയത്? ഈ ഇക്കണ്ട വാര്യരാണ് നേതൃത്വം കൊടുത്തത്. വർഷം നോട്ട് ചെയ്യട്ടോ. എന്നാണ് തൃശ്ശൂരിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത്? 1936. അടുത്തത് ക്വസ്റ്റ്യൻ 6, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? ഓപ്ഷൻ സി ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനം. എന്താണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? 1920 ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് കേട്ടോ. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൗരി ചൗര സംഭവം കേട്ടോ. 1922 ഫെബ്രുവരിയിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. ഇതോടെ എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 6 വർഷത്തെ
ജയിൽ ശിക്ഷയാണ് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ചൗരി ചൗര സംഭവമായിട്ട് കേട്ടോ. ചൗരി ചൗര സംഭവത്തിലാണ് ശരിക്കും ഇദ്ദേഹത്തിന് ഈ ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ 7. താഴെ പറയുന്ന സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. താഴെ പറയുന്ന ഈ സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി. അതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ബന്ധമില്ലാത്തതാണ് കേട്ടോ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ബാക്കി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP ഇതൊക്കെ എന്താണ്? ഈ ഒരു പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് ഈ ഒരു പാലിയം സത്യാഗ്രഹം? 1947-48 കാലഘട്ടത്തിലാണ് ഈ ഒരു പാലിയം സത്യാഗ്രഹം നടക്കുന്നത് കേട്ടോ. 1947-48 ഓക്കെ, എന്താണ്? കൊച്ചിയിലെ ചേന്നമംഗലത്തുള്ള പാലിയം കൊട്ടാരത്തിന് മുന്നിലെ പൊതുവഴിയിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നടക്കാനുള്ള, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള സമരമാണ് പാലിയം സത്യാഗ്രഹം. 1947-48 നടന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP ഒക്കെ എന്താണ് ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളാണ്. ഓക്കെ, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായി ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ് കേട്ടോ. ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. അത് വിക്ഷേപിച്ചത് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി. എന്താണ്? 1975 ഏപ്രിൽ 19 കേട്ടോ. 1975 ഏപ്രിൽ 19. ഓക്കെ, അതാ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് കേട്ടോ ആര്യഭട്ട. അത് ആരാണ്? പ്രശസ്ത ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭടന്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? റഷ്യയിൽ നിന്നാണ് കേട്ടോ. റഷ്യയിലെ കപൂസ്റ്റിയാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ്. റഷ്യയിലെ കപൂസ്റ്റിയാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? കോസ്മോസ് 3M എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. കോസ്മോസ് 3M. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഓരോരുത്തരെ എന്താണ് കൃതികളെ പേര് തന്നിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ളത് ആരാന്നുള്ളതാണ് കേട്ടോ. ഇതിൽ തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ആത്മാനുതാപം വാഗ്ഭടാനന്ദൻ. ഇതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ പഠിക്കട്ടെ. ദർശനമാല ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, കണ്ണീരും കിനാവും VT വട്ടതിരിപ്പാട്. ആത്മാനുതാപം ആരാ എഴുതിയിട്ടുള്ളത്? ആത്മാനുതാപം എഴുതിയിട്ടുള്ളത് വാഗ്ഭടാനന്ദൻ അല്ല, അത് കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാന്റെ കൃതിയാണിത്. കുമാരനാശാനാണ് എഴുതിയിട്ടുള്ളത്. കുമാരനാശാൻ. അതുപോലെ എന്താണ്? വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ആത്മവിദ്യാ കാഹളമൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കേട്ടോ. കുമാരനാശാനാണ് എഴുതിയിട്ടുള്ളത്. ആത്മാനുതാപം എഴുതിയിട്ടുള്ളത് കുമാരനാശാനാണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരെന്നാണ് കേട്ടോ. എന്താണ്? 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരെന്നാണ്. ഏതാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ആരാണ്? ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ. അപ്പൊ എന്നാണ്? 1924 ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ചത്. ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ജോൺ മാർഷൽ ആണ് പ്രഖ്യാപിച്ചത് കേട്ടോ. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ. സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരെന്നാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ വിഭാഗത്തിലാണ്? സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരെന്നാണ്. ഓപ്ഷൻ എ ഡോക്ടർ KS മണിലാൽ ആണ്. ഡോക്ടർ KS മണിലാൽ. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഏതൊക്കെ ഏതിലാണ്? സസ്യശാസ്ത്രത്തിലും ജൈവ വർഗീകരണ ശാസ്ത്രം ഈ രണ്ട് മേഖലകളിലും കഴിവ് തെളിയിച്ച ആളാണ്
ഡോക്ടർ KS മണിയാൽ. ഇദ്ദേഹം എന്നാണ് അന്തരിച്ചത്? അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 17ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കൊക്കെ വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒന്നുകൂടെ പറയാം. അതായത് ഹോർത്തൂസ് മലബാറിക്കസ്, ഹോർത്തൂസ് മലബാറിക്കസ്, അതായത് പ്രശസ്തമായിട്ടുള്ള സസ്യശാസ്ത്ര ഗ്രന്ഥമാണ് അല്ലെ. ഇത് ലാറ്റിൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും അതുപോലെ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ് കേട്ടോ. മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പഠനങ്ങളിലും അതുപോലെ തരംതിരികളിലൊക്കെ അദ്ദേഹം അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സൈലന്റ് വാലിയിലെ സസ്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിപുലമായ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഡോക്ടർ KS മണിലാൽ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തേതാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണെന്നാണ്. എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. മഹാരാഷ്ട്രയിലെ എവിടെയാണ്? കൈജത്തിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ കൈജത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് എന്നാണ്. ഓപ്ഷൻ സി ആണ്, ബേത്തു ആണ്. ബേത്തു കേട്ടോ. ബാക്കിയൊക്കെ എന്താണ്? ലൂണി നദിയുടെ പോഷക നദികളാണ്. ലിൽറി, സുക്രി, ജവായുക. പെടാത്തത് ബേത്തു ആണ്. ഓക്കെ. ഒന്നും കൂടി ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് എന്ത്? ലൂണി. അതിന്റെ പോഷക നദികളിൽ പെടാത്തതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ബേത്തു ആണ് പെടാത്തത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ലൂണി നദിയുടെ പോഷക നദികളാണ് കേട്ടോ. ഓക്കെ. ബേത്ത് എന്താണ്? ബേത്ത് നദി ലൂണി നദിയുടെ പോഷക നദി അല്ല. അതെന്താണ്? യമുനാ നദിയിൽ ചേരുന്ന ഒരു നദിയാണ് കേട്ടോ. അതായത് മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് യമുനാ നദിയിൽ ചേരുന്ന ഒരു നദിയാണ്. ഇത് യമുനാ നദിയുടെ പോഷക നദിയാണ്. യമുനയുടെ പോഷക നദിയാണ് ബേത്വ. ഓക്കെ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായ തിരമാല അടിക്കുമ്പോൾ തിരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരെന്തെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ, അതായത് ക്ലീഫ് ആണ്. ക്ലീഫ്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്നതാണ് ക്ലീഫ് എന്ന് കേട്ടോ. ഓക്കെ. ഇതൊരു എന്താണ്? സമുദ്രതീരത്തെ കുത്തനെയുള്ള പാറക്കെട്ടുകളെയാണ് ഒരു ക്ലീഫ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സമുദ്രതീരത്തൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകളെയാണ് ക്ലീഫ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് തിരമാലകൾ നിരന്തരമായി തീരത്തെ പാറകളെ വന്നെടുക്കുന്നത് മൂലമാണ് ഈ പാറകളുടെ തായ്ഭാഗം തേഞ്ഞു പോവുകയും അതുപോലെ എന്താണ്? താങ്ങില്ലാതെ കുത്തനെ നിൽക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു ക്ലീഫ് രൂപപ്പെടുന്നത് കേട്ടോ. ഓക്കെ. ഇനി എന്താണ്? സമുദ്രഗുഹ എന്ന് പറഞ്ഞാൽ എന്താ? തീരത്തെ പാറകളിലെ മൃദുവായ ഭാഗങ്ങളാണ് കേട്ടോ. അതായത് തിരമാലകളിൽ അപരദനം ചെയ്യപ്പെട്ട ഗുഹകൾ പോലെ രൂപപ്പെടുന്നതാണ് സമുദ്രഗുഹ എന്ന് പറയുന്നത്. പിന്നെ സമുദ്രകമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മുനമ്പിന്റെ ഇരുവശത്തു നിന്നും ഗുഹകൾ രൂപപ്പെട്ട് പരസ്പരം ചേരുമ്പോൾ ഒരു പാലം പോലെ, ഒരു കമാനം പോലെയൊക്കെ ഉള്ള രൂപം ഉണ്ടാകുകയാണ് ചെയ്തിട്ട് സമുദ്രകമാനം എന്ന് പറഞ്ഞാല്. ഇനി സമുദ്ര സ്തംഭനം എന്ന് പറഞ്ഞാല് സമുദ്ര കമാനത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീഴുമ്പോൾ കടലിൽ ഒറ്റപ്പെട്ട തൂൺ പോലെ നിൽക്കുന്ന പാറകളെയാണ് സമുദ്ര സ്തംഭം എന്ന് വിളിക്കുന്നത്. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെന്നാണ് കേട്ടോ. പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, ഗുജറാത്ത് തീരപ്രദേശത്തൊക്കെ പീറ്റ് മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. ഗുജറാത്ത് തീരം. എന്താ പീറ്റ് മണ്ണ് എന്ന് പറഞ്ഞാല്? അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലുള്ള പ്രദേശങ്ങളിലും അതുപോലെ ജൈവാംശങ്ങൾ ധാരാളമായി അടിഞ്ഞുകൂടുന്ന ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് ഈ ഒരു സാധാരണയായിട്ട് ഈ പീറ്റ് മണ്ണ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള പ്രദേശങ്ങളിലും അതുപോലെ ജൈവാംശം ധാരാളമായിട്ട് ഉള്ള പ്രദേശങ്ങളിലൊക്കെ ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് ഈ ഒരു പീറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഈ മണ്ണിന് എന്താണ്? കറുപ്പ് നിറമായിരിക്കും കേട്ടോ. ഈ മണ്ണിന്റെ പ്രത്യേകത പറഞ്ഞാൽ കറുപ്പ് നിറമായിരിക്കും. അതുപോലെ പിന്നെ എന്താണ്? കൂടാതെ അമ്ല ഗുണവും ഉണ്ടാവും.
ഓക്കെ, അസിഡിക്കും ആയിരിക്കും. ഓക്കെ, അടുത്തത്, ഇനി കേരളത്തിലെ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണ് കരിമണ്ണ് പോലുള്ള പീറ്റ് മണ്ണാണ് കാണപ്പെടുന്നത് കേട്ടോ. കേരളത്തിലെ പ്രദേശം എന്ന് വെച്ചാൽ കുട്ടനാടൊക്കെ ആണ് ഈ ഒരു പീറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഇനി ക്വസ്റ്റ്യൻ 16, ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് കേട്ടോ. ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. എന്നാൽ എന്താണ്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അല്ലെ മഹാത്മാഗാന്ധി. അങ്ങനെ ആരാ പറഞ്ഞത്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അതായത് എന്താണ്, ഓരോ ഗ്രാമവും സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റാരെയും ആശ്രയിക്കാതെ നിലകൊള്ളുന്ന സ്വയംഭരണ യൂണിറ്റുകളായിരിക്കണം എന്നാണ് ഈ ഒരു നമ്മുടെ ഈ ഗ്രാമസ്വരാജിനെ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഓരോ ഗ്രാമവും എന്താണ് സ്വന്തം ആവശ്യങ്ങൾക്കായി മറ്റാരെയും ആശ്രയിക്കാതെ നിലകൊള്ളുന്ന ഒരു സ്വയംഭരണ യൂണിറ്റുകളായിരിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതെന്നാണ്? എന്താണ്? അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഓക്കെ, അപ്പൊ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിച്ചത്. ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഇട്ടത്. ഓക്കെ, ഇതിന് എന്തൊക്കെയായിരുന്നു പ്രധാന ശുപാർശകള്? ഇന്ത്യയിൽ 3 പഞ്ചായത്തി രാജ് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സമിതി, അതുപോലെ ജില്ലാ പരിഷത്ത്, ഇങ്ങനെ 3 തട്ടുകളായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്ന് വേണമെന്ന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണിത്. ഓക്കെ, 1987. അശോക് മേത്ത കമ്മിറ്റി ഏതായിരുന്നു വർഷം? 1977 വന്നത് കേട്ടോ അശോക് മേത്ത കമ്മിറ്റി. പിന്നെന്താണ്, ജി വി കെ റാവു കമ്മിറ്റിയോ 1985 കേട്ടോ. 1985 നിലവിൽ വന്നാണ്. അതുപോലെ സിംഗ്വി കമ്മിറ്റി 1986. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 18, 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആരെന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് ചോദിച്ചത്? 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആര്? ഓപ്ഷൻ സി ആണ്, സഞ്ജയ് മൽഹോത്ര ആണ്. സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഇതെന്നാണ് 2024 ഡിസംബർ 11 സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റത് അല്ലേ. ഇതിനു മുമ്പ് അദ്ദേഹം എന്തായിരുന്നു? കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റവന്യൂ സെക്രട്ടറി ആയിരുന്നു. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റവന്യൂ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. ഈ ഒരു സഞ്ജയ് മൽഹോത്രക്ക് മുമ്പ് ആരായിരുന്നു പിന്നെ ഗവർണർ? നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നു ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. ഓക്കെ, അദ്ദേഹത്തിന് മുൻപേ സഞ്ജയ് മൽഹോത്രക്ക് മുമ്പ് ശക്തികാന്ത ദാസ് ആയിരുന്നു റിസർവ് ബാങ്കിന്റെ ഗവർണർ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ്? ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 50ാമത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ DY ചന്ദ്രചൂഡ് ആണ്. DY ചന്ദ്രചൂഡ്. ഓക്കെ, 2022 നവംബർ 9 ഇദ്ദേഹം ചുമതലയേറ്റത്. ചിലപ്പോൾ വേറെ എക്സാമിനൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യത. 2022 നവംബർ 9 ഇദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗം എന്താകുന്നു എന്നാണ് കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗം എന്താ ചെയ്യുന്നത്? ഓപ്ഷൻ സി മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ആൻസർ. മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ അതായത് ഒരു നിശ്ചിത താപനിലയിൽ വാതകങ്ങളിലെ ശബ്ദത്തിന്റെ പ്രവേഗം മർദ്ദത്തെ ആശ്രയിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗം മാറ്റമൊന്നും സംഭവിക്കുന്നില്ല.
21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതെന്നാണ് കേട്ടോ. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി കാൻഡല ആണ്. കാൻഡല. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ആണ് കാൻഡല കേട്ടോ. ഇവിടെ ലൂമൺ എന്ന് പറഞ്ഞത് എന്താണ്? പ്രകാശ ഫ്ലക്സിന്റെ, ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. പ്രകാശ ഫ്ലക്സിന്റെ, അതായത് ലുമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. അതായത് പ്രകാശ ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ലൂമൺ. കെൽവിനോ? കെൽവിൻ താപനിലയുടെ, അതായത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കെൽവിൻ. ടെമ്പറേച്ചറിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കെൽവിൻ കേട്ടോ. ഇനി അത് ഡെസിബലോ? ഡെസിബൽ ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രത, സൗണ്ടിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വക്രത, അതായത് 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താണ്? ഈ ഒരു ഇക്വേഷൻ 1/f = 1/v + 1/u എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ആണ്, -30 ആണ് ആൻസർ. ഓപ്ഷൻ ഡി -30 ആണ്. ഓക്കെ. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോയിലിലൂടെയുള്ള കാന്തിക ഫ്ലക്സ് സമയത്തിനൊപ്പം മാറുമ്പോൾ കോയിലിൽ EMF പ്രേരിതമാക്കപ്പെടുമെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ് ചോദിച്ചത് കേട്ടോ. എന്ത് കണ്ടെത്തിയതാണ്? ഒരു കോയിലിലൂടെയുള്ള കാന്തിക ഫ്ലക്സ് സമയത്തിനൊപ്പം മാറുമ്പോൾ കോയിലിൽ EMF പ്രേരിതമാക്കപ്പെടുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ കണ്ടെത്തിയത്. ഓപ്ഷൻ എ ഫാരഡേ ആണ് അല്ലെ. ഫാരഡേ ആണ് കണ്ടെത്തിയത്. മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുത കാന്തിക പ്രേരണം. ഇതിനെന്താണ്? വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൂടെയാണ് ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് കേട്ടോ, ഉണ്ടാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടത്. ഓക്കെ. ഇത് ജനറേറ്ററുകൾ, അതുപോലെ ട്രാൻസ്ഫോമറുകൾ എന്നിവയുടെ പ്രവർത്തനത്തിലൊക്കെ ആധാരമായ തത്വം എന്താണ്? ഈ ഒരു EMF ആണ് കേട്ടോ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഓക്കെ. ഈ ഒരു വൈദ്യുത കാന്തിക പ്രേരണമാണ് കണ്ടെത്തിയത് മൈക്കിൾ ഫാരഡേ. ക്വസ്റ്റ്യൻ 24, ഭൂമിയുടെ ഉപരിതലത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം, എസ്കേപ്പ് സ്പീഡ് 11.2 km/s ആണെങ്കിൽ 10 കിലോമീറ്റർ ഭാരമുള്ള മറ്റൊരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും കേട്ടോ. പലായന പ്രവേഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ആൻസർ 11.2 km/s എന്നാണ്. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള, മാസ് എത്രയാണ്? 5 കിലോഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. ഭാരമുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയാണ്? പലായന പ്രവേഗം 11.2 km/s ആണ്. ആണെങ്കിൽ 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും എന്നാണ് കേട്ടോ. ഓക്കെ. ഇവിടെ എന്താണ്? പലായന പ്രവേഗം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √2gm/r ആണ് കേട്ടോ. ഓക്കെ. ഇവിടെ എന്താ? G എന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കാണ്. അതുപോലെ എന്താണ്? M എന്താണ്? ഗ്രഹത്തിന് നമ്മുടെ തന്നിട്ടുള്ള മാസ് ആണ്. അതുപോലെ R എന്നത് ഗ്രഹത്തിന്റെ റേഡിയസ് ആണ് കേട്ടോ, ആരം. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ കിട്ടും. 11.2 ആണ് ആൻസർ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിരപ്രവാഹത്തിലുള്ള, അതായത് സ്റ്റഡി ഫ്ലോ ഒരു ദ്രവത്തിൽ ഇടുങ്ങിയ ഭാഗത്തുണ്ടാകുന്ന പ്രവാഹ വേഗത വർധനവിനെ ഡാഷിനെ അടിസ്ഥാനമാക്കിയാണ്. ഒന്നുകൂടി പറയാൻ ക്വസ്റ്റ്യൻ എന്താണ്? സ്ഥിരപ്രവാഹത്തിലുള്ള ഒരു ദ്രവത്തിൽ ഇടുങ്ങിയ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രവാഹ വേഗത വർധനവ് ഡാഷിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ. ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ദ്രവ്യ സംരക്ഷണ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണെന്നാണ്. ദ്രവ്യ സംരക്ഷണ നിയമം. ഓക്കെ. അപ്പൊ സ്ഥിരപ്രവാഹത്തിലുള്ള ഒരു ദ്രാവകം ഒരു കുഴലിലൂടെ ഒഴുകുമ്പോൾ കുഴലിന്റെ വിസ്തീർണം കുറഞ്ഞ ഭാഗത്ത്, അതായത് ഇടുങ്ങിയ ഭാഗത്ത് എന്താണ്? പ്രവാഹ വേഗത കൂടുന്നു. ഇതിനെന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഈ ഒരു തത്വം അനുസരിച്ച് ഒരു സെക്കൻഡിൽ കുഴലിലേക്ക് പ്രവേശിക്കുന്ന ദ്രാവകത്തിന്റെ അളവും അതുപോലെ പുറത്തേക്ക് പോകുന്ന ദ്രാവകത്തിന്റെ അളവും തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ ഇതെന്താണ്? ദ്രവ്യ സംരക്ഷണ നിയമത്തെ, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 26. ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി ഡേഷ് ആയിരിക്കും. അപ്പൊ എന്താണ്? ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി ഡേഷ് ആയിരിക്കും. ഓപ്ഷൻ സി 0 ആയിരിക്കും എന്നാണ് കേട്ടോ. ആൻസർ 0 ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ 27. ചന്ദ്രനിഗൂഢത എന്ന പ്രതിഭാസം മൂലം സെപ്റ്റംബർ 14, 2022 ഒരു കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായ ഗ്രഹം ഏതെന്നാണ് കേട്ടോ. അപ്പൊ ഏതാണ് ആ പ്രതിഭാസം? ചന്ദ്രനിഗൂഢത എന്ന പ്രതിഭാസം മൂലം ഈ ഒരു ഡേറ്റ് നോക്കട്ടോ. സെപ്റ്റംബർ 2022 സെപ്റ്റംബർ 14 നമ്മുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായ ഗ്രഹം ഏതെന്നാണ്. ഓപ്ഷൻ സി യുറാനസ് ആണ്. ഇങ്ങനെ എന്താണ്? കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായ ഗ്രഹം. പ്രതിഭാസം ചന്ദ്രനിഗൂഢത. ഓക്കെ. എന്താ ഈ ഒരു ചന്ദ്രനിഗൂഢത എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിക്കും മറ്റൊരു ആകാശഗോളത്തിനും, അല്ലെങ്കിൽ നക്ഷത്രാവാം അല്ലെങ്കിൽ ഗ്രഹമാവാം, ഇങ്ങനെ ഭൂമിക്കും മറ്റൊരു ആകാശഗോളത്തിനും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ എന്താണ് ആ വസ്തു മറയ്ക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ചന്ദ്രനിഗൂഢത എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൂമിക്കും മറ്റൊരു ആകാശഗോളത്തിനും, നക്ഷത്രമോ അല്ലെങ്കിൽ ഗ്രഹം പോലുള്ള ആകാശഗോളത്തിനും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് ആ ഒരു വസ്തു മറയ്ക്കപ്പെടുന്ന പ്രതിഭാസമാണിത് ചന്ദ്രനിഗൂഢത. ഓക്കെ. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3യിലെ റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. 14 ഭൗമദിനങ്ങളാണ് കേട്ടോ. 14 ഭൗമദിനങ്ങൾ. ഓക്കെ. അപ്പോ എപ്പോഴാണ് ഈ ഒരു ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 കേട്ടോ. ജൂലൈ 14. ഓക്കെ. എന്താണ് പ്രഗ്യാൻ ഈ ഒരു ദൗത്യത്തിൽ എന്താണ് പ്രഗ്യാൻ റോവറിന്റെയും അതുപോലെ വിക്രം ലാൻഡറിന്റെയും പ്രവർത്തന കാലാവധിയാണ് ഏകദേശം ഈ ഒരു ചാന്ദ്ര പകലായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ ആണ്. ലാൻഡർ ഏതാ? വിക്രമാണ് കേട്ടോ. റോവർ പ്രഗ്യാനാണ്, അതുപോലെ ലാൻഡർ വിക്രമാണ്. ഇതിന്റെ പ്രവർത്തന കാലാവധിയാണ് ഏകദേശം ഈ ഒരു ചാന്ദ്രയാൻ പകലായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം 14 ഭൗമദിനങ്ങളാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ 29 നോക്കാം. ഹൈഡ്രജന്റെ ട്രിഷ്യം എന്ന ഐസോട്ടോപ്പിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി 2 ന്യൂട്രോണുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഹൈഡ്രജന് പ്രധാനമായിട്ടും 3 ഐസോട്ടോപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ട്ടോ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ ട്രിഷ്യത്തിൽ എത്ര ന്യൂട്രോണുകളാണ്? 2 ന്യൂട്രോണുകളാണ്. എന്നാൽ പ്രോട്ടിയത്തില് ന്യൂട്രോണുകൾ ഇല്ല ട്ടോ. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ അടങ്ങിയിട്ടുണ്ട്. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടിയത്തിൽ ന്യൂട്രോണുകൾ ഇല്ല. ട്രിഷ്യത്തിൽ 2 ന്യൂട്രോണുകൾ ഉണ്ട്. ഓക്കെ. 2 ന്യൂട്രോണുകളും 1 പ്രോട്ടോണും അടങ്ങിയിട്ടുണ്ട് ട്രിഷ്യത്തിൽ ട്ടോ. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ തന്നിട്ടുള്ള മൂലകങ്ങൾ? ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങളാണ്. ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങൾ, അതായത് ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ ആണ് ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരേ എണ്ണം ആറ്റങ്ങളോ അയോണുകളെയോ ആണ്, ഒരേ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ ആണ് ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഫസ്റ്റ് എന്താണ്? ഓക്സിജൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്സിജൻ അയോൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഓക്സിജൻ അയോണിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം 8+2 എന്നാണ് വരിക. 8+2. അപ്പൊ എത്ര വരും? 10 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ഓക്സിജന്റേത് ആറ്റോമിക് നമ്പർ 8 ആണ്, നമുക്കറിയാം. ആറ്റോമിക് നമ്പർ 8 ആണ്. അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ 2 ഇതാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ 8+2 = 10 ആണ്. ഇനി എന്താണ് ഇവിടെ? ഫ്ലൂറിൻ അയോൺ ആണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ട്. ഫ്ലൂറിൻ അയോൺ ആണ്. ഫ്ലൂറിൻ അയോണിന്റെ ആറ്റോമിക നമ്പർ 9 ആണ്. അതുപോലെ പിന്നെന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ് അല്ലെ. അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. 1 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? =10 ആണ് വരുന്നത്. അതുപോലെ എന്താണ് കൊടുത്തിട്ടുള്ളത്? അടുത്തത് സോഡിയം ആണ് അല്ലെ. അതായത് സോഡിയം അയോൺ ആണ്. അപ്പൊ സോഡിയം അയോണിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. സോഡിയം അയോണിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്.
ഇവിടെ എന്താണ് പ്ലസ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ -1 ആണ് വരിക. പ്ലസ് കൊടുത്തതുകൊണ്ട് -1. ഓക്കെ, ഇവിടെ Na+ എന്നല്ല വന്നത്, അതുകൊണ്ട് ഇവിടെ -1 ആണ് വരിക, =10 ആണ്. ഇനി Mg2+, അതായത് എന്താണ് മെഗ്നീഷ്യം അയോൺ ആണ്. മെഗ്നീഷ്യം അയോണിന്റെ അറ്റോമിക നമ്പർ എന്താണ് 12 ആണ്. അപ്പോൾ എന്ത് വരും 12 2+ ആണ് കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ മൈനസ് വരും, =10. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരേ എണ്ണം ഇലക്ട്രോണുകൾ ഉള്ള ആറ്റങ്ങളെ അയോണുകളെയാണ് ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ എല്ലാം ആറ്റവും എന്താണ് ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 31. ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി മെർക്കുറി സെല്ലാണ്. ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? മെർക്കുറി സെല്ലാണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 32 ആണ്. രാസപ്രവർത്തനം A+B- പ്രൊഡക്റ്റ്, ഇതിന്റെ നിരക്ക് സമവാക്യം R = K × A⁻² × B² ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇത് പ്രകാരം രാസപ്രവർത്തനത്തിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓർഡർ ഏതാണ്? ഓപ്ഷൻ എ 2.5 ആണ് വരുന്നത്. ഇതിലെങ്ങനെയാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്ക് സമവാക്യത്തിൽ എന്താണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസിന്റെ ഗാഢതയുടെ കൃതികളുടെ തുകയാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഓർഡർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ തന്നിട്ടുള്ള സമവാക്യം നോക്കാം. R = K × A എന്താണ് A⁻² × B² ആണ്. ഇത് പ്രകാരം രാസപ്രവർത്തനത്തിന്റെ ഓർഡർ 2.5 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു നിരക്ക് സമവാക്യം? R = K × A⁻² × B² ആണ്. ഇത് പ്രകാരം രാസപ്രവർത്തനത്തിന്റെ ഓർഡർ 2.5 ആണ് അല്ലെ. അപ്പൊ A എന്ന അഭികാരകത്തിന്റെ കൃതി അല്ലെങ്കിൽ പവർ എത്രയാണ്? എന്റെ പവർ 1/2 ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് A = 0.5 ആണെന്ന് പറയാം അല്ലെ. 0.5 ആണ്. ബി എന്ന അഭികാരകത്തിന്റെ കൃതി സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്. B = സ്ക്വയർ. ഓക്കെ, അപ്പൊ ആകെ ഓർഡർ എത്രയാണ്? 0.5 + 2 എന്ന് വരും. 0.5 + 2 = 2.5 എന്ന് വരും കേട്ടോ. ഇങ്ങനെയാണ് ഇത് കാണാറുള്ളത്. ഓക്കെ, പ്രകാരം രാസപ്രവർത്തനത്തിന്റെ ഓർഡർ 2.5. അടുത്തത് ക്വസ്റ്റ്യൻ 33. രാസവാക്യം C5H12 എത്ര ഐസോമറുകൾ സാധ്യമാണെന്നാണ് കേട്ടോ. എത്ര ഐസോമറുകൾ സാധ്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് രാസവാക്യം? C5H12 ആണ്. C5H12 ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഐസോമറുകൾ എത്ര ഐസോമറുകൾ സാധ്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒരേ തന്മാത്രാവാക്യവും എന്നാൽ വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് ഒരേ മോളിക്കുലാർ ഫോർമുലയും അല്ലെങ്കിൽ തന്മാത്രാ വാക്യവും അതുപോലെ എന്താണ് വ്യത്യസ്ത ഘടനയുള്ള അല്ലെങ്കിൽ സ്ട്രക്ചർ ഫോർമുലയുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇവിടെ C5H12 എന്നത് ഒരു പെന്റെയിൻ എന്ന ആൽക്കെയിൻ ആണ് കേട്ടോ. പെന്റെയിൻ എന്ന ആൽക്കെയിൻ ആണ് C5H12. അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ? 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ ഈ ഒരു രാസവാക്യത്തിൽ അതായത് ഈ ഒരു പെന്റെയിൻ എന്ന ആൽക്കെയിന് 3 ഐസോമറുകളാണല്ലോ കേട്ടോ. N പെന്റെയിനും അതുപോലെ എന്താണ് ഐസോ പെന്റെയിന് അതുപോലെ നിയോ പെന്റെയിന്. അപ്പൊ ഇവിടെ 3 ആണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ 34. ജലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നു. ജലത്തിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. മർദ്ദം കൂടുമ്പോഴാണ് കേട്ടോ. മർദ്ദം കൂടുമ്പോഴാണ് ജലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ജലത്തിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നത് എപ്പോഴാണ്? മർദ്ദം കൂടുമ്പോഴാണ് കേട്ടോ. അതായത് വാതകങ്ങൾ ദ്രാവകങ്ങളിൽ ലയിക്കുന്നതിനെ സംബന്ധിച്ച് ഹെൻറി നിയമം അനുസരിച്ചാണ് ഈ ഒരു പ്രവർത്തനം പറയുന്നത് കേട്ടോ. വാതകങ്ങൾ ദ്രാവകങ്ങൾ ലയിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് നിയമം? ഹെൻറി നിയമമാണ്. ഇതനുസരിച്ചാണ് അതായത് മർദ്ദത്തിന്റെ ഒരു ദ്രാവകത്തിന് മുകളിലുള്ള വാതകത്തിന്റെ മർദ്ദം കൂടുമ്പോൾ ആ വാതകം ദ്രാവകത്തിൽ ലയിക്കാനുള്ള അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നിയമപ്രകാരം. അടുത്തത് ക്വസ്റ്റ്യൻ 35. സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് കേട്ടോ. സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ് വരുന്നത്. അപ്പൊ സിറിഞ്ചിലെ പ്രവർത്തനം ബോയിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് ബോയിൽ നിയമം? അതായത് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ബോയിൽ നിയമം പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ്? മർദ്ദവും വ്യാപ്തവും ആണ് കേട്ടോ.
ഓക്കെ. അപ്പൊ സ്ഥിരമായ താപനിലയിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. അതായത് എന്താണ് ഇക്വേഷൻ വരുന്നത്? വി പ്രൊപ്പോർഷണൽ ടു 1/p ആണ് കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ഥിരമായ താപനില, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ സ്ഥിരമായ താപനിലയിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അതിന്റെ മർദ്ദത്തിന് അല്ലെങ്കിൽ പ്രഷറിന് വിപരീതാനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ സിറിഞ്ചിലെ പ്രവർത്തനം ബോയിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്വസ്റ്റ്യൻ 36, വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതെന്നാണ് കേട്ടോ. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് ആണ് ചോദിച്ചത്. ഓക്കെ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ്. ഓക്കെ. അപ്പൊ എന്താണ് കാർബണിന്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഗ്രാഫൈറ്റിന്റെ ഘടനയിൽ ഓരോ കാർബൺ ആറ്റവും എന്താണ് മറ്റു 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. കാർബണിന്റെ ബാഹ്യശെല്ലിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിലും ഒരെണ്ണം ബന്ധത്തിൽ ഏർപ്പെടാതെ അവശേഷിക്കുന്നുണ്ട്. ഈ സ്വതന്ത്ര ഇലക്ട്രോണുകൾക്ക് ചലിക്കാൻ കഴിയുന്നതിലാണ് ഗ്രാഫൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ 37, സിസ്പ്ലാറ്റിൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ക്യാൻസർ ചികിത്സക്കാണ്. എന്താണ്? സിസ്പ്ലാറ്റിൻ ആണ് കേട്ടോ. സിസ്പ്ലാറ്റിൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ക്യാൻസർ ചികിത്സക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ഒരു സിസ്പ്ലാറ്റിൻ? എന്താണ്? പ്ലാറ്റിനം അടങ്ങിയ ഒരു കീമോതെറാപ്പി മരുന്നാണ് കേട്ടോ. സിസ്പ്ലാറ്റിൻ പ്ലാറ്റിനം അടങ്ങിയിട്ടുള്ള ഒരു കീമോതെറാപ്പി മരുന്നാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 38, ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കോശപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപമാണ്. എന്താണ്? ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ കോശപ്രവർത്തനങ്ങൾക്കായിട്ടും ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് രൂപത്തിലാണ് ഈ ഒരു ഊർജം സംഭരിക്കുന്നത്? ഓപ്ഷൻ ഡി ATP ആണ് കേട്ടോ. ATP രൂപത്തിലാണ് ഈ ഒരു ഊർജം സംഭരിക്കപ്പെടുന്നത്. ATP എന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് കേട്ടോ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ. ഊർജ കറൻസി അല്ലെങ്കിൽ കോശത്തിന്റെ ഊർജ കറൻസി ഒക്കെ എന്നറിയപ്പെടുന്നത് ATP ആണ് കേട്ടോ. ഊർജ കറൻസി അല്ലെങ്കിൽ കോശത്തിന്റെ ഊർജ കറൻസി എന്നൊക്കെ അറിയപ്പെടുന്നത് ATP ആണ്. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ 39, പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റാ കോശങ്ങൾ സ്രവിക്കുന്ന ഇൻസുലിൻ ഏത് തരത്തിൽപ്പെട്ട ഹോർമോൺ ആണ്? ഇതാണ് പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റാ കോശങ്ങൾ സ്രവിക്കുന്ന ഇൻസുലിൻ ഏത് തരത്തിൽപ്പെട്ട ഹോർമോൺ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, പെപ്റ്റൈഡ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്? പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ സ്രവിപ്പിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ഹോർമോൺ ആണ്? പെപ്റ്റൈഡ് ആണ് കേട്ടോ. പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഓക്കെ. എന്താണ് ഇതിന്റെ ധർമ്മം? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ ധർമ്മം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ, പുരുഷ ബീജകോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങൾ ഏതെന്നാണ് കേട്ടോ. പുരുഷ ബീജകോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങൾ ഓപ്ഷൻ എ സെർട്ടോളി കോശങ്ങളാണ്. സെർട്ടോളി കോശങ്ങൾ. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി ഏതെന്നാണ് കേട്ടോ. രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി ഓപ്ഷൻ ബി ആണ്. അതായത് ഗസ്റ്റേറ്ററി ഗ്രാഹിയാണ്. രുചി തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഗസ്റ്റേറ്ററി ഗ്രാഹിയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിന്റെ എണ്ണം എത്ര എന്നാണ്? ഒരു HB തന്മാത്രക്ക്, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിന്റെ എണ്ണമാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി 4 ആണ് കേട്ടോ. 4 ഓക്സിജൻ മോളിക്യൂളാണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രക്ക് വഹിക്കാൻ കഴിയുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ ലോബ് എന്താ ചോദിച്ചത്? താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ ലോബാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒസിപിറ്റൽ ലോബാണ്. ഒസിപിറ്റൽ ലോബ് കേട്ടോ. മനുഷ്യന്റെ സെറിബ്രത്തെ പ്രധാനമായി 4 ഭാഗങ്ങളായിട്ട് അഥവാ ലോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. മനുഷ്യന്റെ സെറിബ്രത്തെ 4 ലോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒസിപിറ്റൽ ലോബ്, അതുപോലെ ഫ്രണ്ടൽ ലോബ്, പാരിയേറ്റൽ ലോബ്, അതുപോലെ ടെമ്പറൽ ലോബ് കേട്ടോ.
ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനുഷ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, സെറിബ്രത്തെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളതാണ് ഈ ലോബുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ലോബ് ഏതാണ് ഇതില്? ഒസിപിറ്റൽ ലോബാണ്. ഏറ്റവും വലിയ ലോബ് ഏതാ ഇതില്? ഫ്രണ്ടൽ ലോബാണ് ഏറ്റവും വലുത് കേട്ടോ. വലുത് ഫ്രണ്ടൽ ലോബാണ്. അതുപോലെ എന്താണ്, ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ഏറ്റവും വലിയ ലോബാണ്. അതുപോലെ ചിന്ത, അതുപോലെ പേശികളുടെ ചലനം, ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ഫ്രണ്ടൽ ലോബാണ് കേട്ടോ. ഓക്കെ. അതുപോലെ ടെമ്പറൽ ലോബ് ഇത് കേൾവി, ഭാഷ ഗ്രഹിക്കൽ എന്നിവയൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് ടെമ്പറൽ ലോബാണ്. അടുത്തത് 44-ാമത്തെ ക്വസ്റ്റ്യൻ, ബോട്ടിലിസം പരത്തുന്ന ബാക്ടീരിയ എന്നാണ് കേട്ടോ. ബോട്ടിലിസം പരത്തുന്ന ബാക്ടീരിയ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലോസ്ട്രിഡിയാണ് കേട്ടോ. ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ആണ് ബോട്ടിലിസം എന്ന് പരത്തുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്? ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ പകരുന്ന മാരകമായ വിഷബാധയാണ് ബോട്ടിലിസം എന്ന് പറയുന്നത് കേട്ടോ. ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ പകരുന്ന ഒരു മാരക വിഷബാധയാണ് ബോട്ടിലിസം. ഓക്കെ. ക്ലോസ്ട്രിഡിയം ബോട്ടിലിയം എന്ന ബാക്ടീരിയ ആണിത് ഈ ഒരു ഇതിന് കാരണം, ബോട്ടിലിസത്തിന് കാരണം. 45-ാമത്തെ ക്വസ്റ്റ്യൻ, PMJAY അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് എന്നാണ് കേട്ടോ. ആയുഷ്മാൻ ഭാരത്. ഓക്കെ. എന്താണ് ഈ ഒരു PMJAYന്റെ ഫുൾ ഫോം എന്താണ്? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കേട്ടോ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതെന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കേട്ടോ PMJAY. അതായത് എന്താണ്? രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ. ഇതിനെ മോദി കെയർ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. മോദി കെയർ എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട്. മോദി കെയർ എന്നും ഇതിന് പറയുന്നുണ്ട്. മോദി കെയർ. PMJAY എന്നാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് കേട്ടോ. ഇനി 46 മുതൽ 60 വരെ എന്താണ്? മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ. ഇനി 61 മുതൽ 80 വരെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. 61-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വികാസ തത്വം അല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ഏതാണ് വികാസ തത്വം അല്ലാത്തതാന്ന് ചോദിച്ചത്? ഓപ്ഷൻ എ ആണ്. വികാസം പ്രവചനാതീതമാണെന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്താണ്? തത്വങ്ങളിൽ പെടുന്നതാണ്. 62-ാമത്തത് സ്വന്തം മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലനം വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണെന്ത്? ഓപ്ഷൻ ബി ആത്മനിഷ്ഠയാണ്. അടുത്തത് 63-ാമത്തെ ക്വസ്റ്റ്യൻ, പഠന നിയമത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? എന്താണ്? പഠന നിയമത്രയത്തിൽ ഉൾപ്പെടാത്തതാണ് ഏതാണ്? സാമ്യതാ നിയമമാണ് കേട്ടോ. സാമ്യതാ നിയമം. ബാക്കിയൊക്കെ ത്രയത്തിൽ ഉൾപ്പെടുന്നതാണ്. 64-ാമത്തത്, നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. റേറ്റിംഗ് സ്കെയിൽ ആണ്. റേറ്റിംഗ് സ്കെയിൽ. 65-ാമത്തെ ക്വസ്റ്റ്യൻ, അന്ത്യബാല്യത്തിന്റെ എന്താണ്? പ്രകൃതവും സവിശേഷതയും ഏത്? അന്ത്യബാല്യത്തിന്റെ പ്രകൃതവും സവിശേഷതയും ഏതെന്നാണ്? ഓപ്ഷൻ ബി എന്താണ്? പഠനത്തിലും കളികളിലും മാത്സര്യബോധം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പഠനത്തിലും കളികളിലും മാത്സര്യബോധം വർദ്ധിക്കുന്നത് അന്ത്യബാല്യത്തിന്റെ പ്രകൃതവും സവിശേഷതയുമാണ്. 66-ാമത്തത്, ചെറു വാക്യങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങൾ തിരിച്ചറിയും പദസ്വാധീനം കുറവാണ് എന്നത് ഏത് പ്രായത്തിലെ സവിശേഷതയാണെന്നാണ് കേട്ടോ. ഏതാണ്? ചെറു വാക്യങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങൾ തിരിച്ചറിയും, അതുപോലെ പദസ്വാധീനം കുറവാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് 3 to 4 പ്രായത്തിലാണ് കേട്ടോ. 3 മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്രീകൃതം ചിന്തനം ഏത് ഘട്ടത്തിലെ സവിശേഷതയാണ്? കേന്ദ്രീകൃത ചിന്തനം ഏത് ഘട്ടത്തിലെ സവിശേഷതയാണ്? ഓപ്ഷൻ ബി പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് കേട്ടോ. പ്രാഗ് മനോവ്യാപാര ഘട്ടം. 68-ാമത്തെ ക്വസ്റ്റ്യൻ, മുതിർന്നവരുടെ പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കുന്ന പരീക്ഷണം ഏതെന്നാണ്? ഓപ്ഷൻ സി ഏതാണ്? ബോബോ പാവ പരീക്ഷണമാണ് കേട്ടോ. ബോബോ പാവ പരീക്ഷണം. 69-ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെയുടെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളിൽ നീതിബോധത്തിന്റെ ഘട്ടം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ ഡി ആട്ടോണമി അഡോളസൻസ് ആണ് കേട്ടോ. ആട്ടോണമി അഡോളസൻസ്.
എഴുപതാമത്തെ ക്വസ്റ്റ്യൻ, മഞ്ഞുമലയുമായി സാദൃശ്യമുള്ളതായി നിരീക്ഷിക്കപ്പെടുന്ന മനസ്സിന്റെ തലം. ഓപ്ഷൻ എ ആണ് അബോധ മനസ്സാണ് കേട്ടോ. മഞ്ഞുമലയുമായി സാദൃശ്യമുള്ള മനസ്സിന്റെ തലം എന്താണ്? അബോധ മനസ്സ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ പേശികളുടെ വലിപ്പവും ശക്തിയും കുറഞ്ഞു വന്ന് ശരീര ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് മസ്കലാർ ഡിസ്ട്രോഫിയാണ്. മസ്കലർ ഡിസ്ട്രോഫിയാണ് കേട്ടോ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളെ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന തന്ത്രമാണ്. ഓപ്ഷൻ ഡി എന്ത്? പ്രക്ഷേപണം. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടിസം, സെറിബ്രൽ പൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽ പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി 1999 ഡിസംബർ 30 പാർലമെന്റ് പാസാക്കിയ ആക്ട് ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഓട്ടിസം, സെറിബ്രൽ പൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ 1999 ഡിസംബർ 30 പാർലമെന്റ് പാസാക്കിയ ആക്ട് ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. 74ാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിക്രിയാധ്യാപനത്തിലെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ? പ്രതിക്രിയാധ്യാപനത്തിലെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതിപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏത്? പ്രകൃതിപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഓപ്ഷൻ സി ആണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ. 76ാമത്തെ ക്വസ്റ്റ്യൻ, പാഠ്യപദ്ധതി വിഭാവന ചെയ്യുന്ന പഠന ബോധന പരിപാടികൾ ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ഒരു ആന്തരിക പഠന പിന്തുണാ സംവിധാനമാണ്. ഓപ്ഷൻ എ എന്ത്? വാർഷിക പ്രവർത്തനാസൂത്രണം. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ, പുനരുപയോഗത്തിന് വേണ്ടി ആവശ്യമായ വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ എന്നിവ ഓർത്തുവെക്കുന്നത്. ഓപ്ഷൻ സി അർത്ഥപരമായ ഓർമ്മയാണ് കേട്ടോ. 78ാമത്തെ ക്വസ്റ്റ്യൻ, ആന്തരിക പ്രേരണയുടെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്? 78 ആന്തരിക പ്രേരണയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നേട്ടങ്ങളോ അംഗീകാരങ്ങളോ പ്രേരിതമാകുന്നു എന്നുള്ളതാണ്. 79ാമത്തത്, പഠിക്കാനുള്ള വസ്തുവിനെ ഏതെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന രീതിയെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ഡി ദൃശ്യവൽകൃത പഠനം എന്നാണ് കേട്ടോ. എന്താണ്? പഠിക്കാനുള്ള വസ്തുവിനെ ഏതെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ദൃശ്യവൽകൃത പഠനം. അടുത്തത് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി ജെറോം എസ് ബ്രൂണർ ആണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ജെറോം എസ് ബ്രൂണർ ആണ്. ഓക്കെ, ഇനി 81 മുതൽ അടുത്ത 10 ക്വസ്റ്റ്യൻ എന്താണ്? ഇംഗ്ലീഷിൽ നിന്ന് വരുന്നതാണ്. ഓരോന്നായിട്ട് നോക്കിപ്പോവാം. അടുത്തത് ക്വസ്റ്റ്യൻ 81, ഡാഷ് ഈസ് എ മിനിമൽ ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ഏതാണ്? ഫോണീം ആണ് കേട്ടോ. ഫോണീം ആണ് ആൻസർ. അതായത് എന്താണ്? ഒരു ലാംഗ്വേജിലെ മീനിങ് വ്യത്യാസം, മീനിങ്ങിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദ യൂണിറ്റ് ആണ് കേട്ടോ ഈ ഫോണീം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്റ്, കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്? ആ ഒരു വാക്കുകൾ നമുക്ക് ബി, സി എന്നീ ശബ്ദങ്ങളാണ് മാറുന്നത് അല്ലെ. ഓക്കെ, ഇനി ഇനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റോണേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റോണേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഇന്റോണേഷന്. അതുപോലെ കൺസണൻസ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതുപോലെ ഡിഫ്തോങ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്വരാക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു എന്താണ്? മിക്സ്ഡ് സൗണ്ട് ആണ് കേട്ടോ. മിക്സ്ഡ് സൗണ്ട് ആണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 82, the arrangement of words and phrases to create well-formed sentences the language is called. Option A syntax ആണ്. എന്താണ്? The arrangement of words that and phrases to create well-formed sentences in language is called syntax. അപ്പൊ എന്താണ് സിന്റാക്സ് എന്ന് പറഞ്ഞിട്ട്? അതായത് നമ്മുടെ ഒരു ലാംഗ്വേജില് വേർഡ്സും അതുപോലെ ശൈലികളൊക്കെ ഉപയോഗിച്ച് അർത്ഥവത്തായിട്ടുള്ള ഒരു സെന്റൻസ് നിർമ്മിക്കുന്ന രീതിയാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാല്? സെമാൻറ്റിക്സ് അതായത് നമ്മുടെ വേർഡ്സിന്റെയും അതുപോലെ സെന്റൻസിന്റെയും ഒക്കെ അർത്ഥത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു പഠനത്തെയാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സിനോണിംസ് നമുക്കറിയാം,
എന്താണ് സമാനമായിട്ടുള്ള ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ ഒരു വേർഡ്സ് ആണ് സിനോണിംസ്. വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെന്റൻസിലെ വെർബും അതിനോടനുബന്ധിച്ചിട്ടുള്ള വേർഡ്സിനും ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 83. എവരി വൺ ഓഫ് അസ് വിൽ കിക്ക് ദ ബക്കറ്റ് സംഡേ. വാട്ട് ഡസ് ദ ഇഡിയം കിക്ക് ദ ബക്കറ്റ് മീൻ എന്നാണ്. എന്താണ്, ഇതൊരു ഇഡിയം ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? ടു ഡൈ ആണ് കേട്ടോ. ഓപ്ഷൻ സി ടു ഡൈ ആണ്, മരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഒരു കിക്ക് ദ ബക്കറ്റ് എന്നുള്ള ഈ ഒരു ഇഡിയം വരുന്നത്. അപ്പൊ അതായത് എന്താണ്, ഒരു സാധാരണയായിട്ട് ഒരാളുടെ മരണത്തെ കുറിച്ച് അല്പം തമാശ രൂപത്തിൽ പറയുക അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാനൊക്കെയാണ് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഡിയംസ് പഠിക്കൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇഡിയം ഭാഗത്തുനിന്ന് വരും. ക്വസ്റ്റ്യൻ 84. ഇഫ് യു ഡാഷ് ഹാർഡ് യു വിൽ സക്സീഡ്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പൊ ഇഫ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇത് എന്താണ്? ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ എന്താണ് ഇഫിന്റെ ഘടന എന്താണ്? ഇവിടെ എന്താണ് വരിക? ഇഫ് കഴിഞ്ഞിട്ട് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണ് വരിക കേട്ടോ. സിമ്പിൾ പ്രസന്റ് അത് കഴിഞ്ഞിട്ട് എന്താണ്? പിന്നെ വിൽ വരും, പ്ലസ് വെർബ് ആണ് വരും കേട്ടോ, വെർബ്. ഓക്കെ, 85 എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. ഇവിടെ പ്രപ്പോസിഷൻ ആണ് വരുന്നത്. ഈ ഹാഡ് റിക്കവേർഡ് ഡാഷ് ഹിസ് ഇൽനെസ് എന്നാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഫ്രം ആണ് കേട്ടോ, ഫ്രം. അതായത് എന്താണ് ഫ്രം വരാൻ കാരണം എന്താണ്? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹി ഹാഡ് റിക്കവേർഡ് ഡാഷ് ഹിസ് ഇൽനെസ്. അതായത് ഒരു അസുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയിൽ നിന്നൊക്കെ എന്താണ് റിക്കവർ ആയിട്ട് വരിക എന്ന് അർത്ഥം വരുന്നതിനാലാണ് ഇവിടെ ഫ്രം യൂസ് ചെയ്യുന്നത്. ഫ്രം, റിക്കവേർഡ് ഫ്രം. അടുത്തത് 86. യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ബ്രേക്കിംഗ് എന്താണ്? ബ്രാക്കിംഗ് ഡോഗ് സെൽഡം. ബ്രാക്കിംഗ് ഡോഗ് സെൽഡം എന്താ വരിക? ബൈറ്റ് ആണ് അല്ലെ. ബിൽഡം ബൈറ്റ് ആണ് വരിക. ഓക്കെ, എന്താണ് ഇതിന്റെ അർത്ഥം? ഇതൊരു പഴഞ്ചൊല്ലാണ് അല്ലെ, ഒരു പ്രൊവേർബ് ആണെന്ന് പറയാം, ഒരു പഴഞ്ചൊല്ലാണ്. അതുകൊണ്ട് എന്താണ് പഴഞ്ചൊല്ലുകൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാം അല്ലെ. അത് ഇവിടെ എന്താണ് വന്നിട്ട്? ഡോഗ്സ് എന്നാണ് വന്നിട്ടുള്ളത്. ഡോഗ്സ് എന്നത് എന്താണ്? ഒരു പ്ലൂരൽ വെർബാണ്. പ്ലൂരൽ വെർബ് ആയതുകൊണ്ട് തന്നെ എന്താണ് വെർബിന്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ബൈറ്റ്സ് അല്ല വരിക, ബൈറ്റ് ആണ് വരിക. എന്താണ് ഈ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം? എന്താണ്? ബ്രാക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ബൈറ്റ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87. ഹു ഈസ് റിഗാർഡഡ് ആസ് ദ എക്സ്പൊണന്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമർ അതായത് സാർവത്രിക വ്യാകരണത്തിന്റെ ആരാണ്? ഓപ്ഷൻ സി നോം ചോംസ്കി ആണ് കേട്ടോ. നോം ചോംസ്കി ആണ്. അതായത് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. എന്താണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത്? കുട്ടികൾ ഭാഷ പഠിക്കുന്നത് കേവലം അനുകരണത്തിലൂടെ മാത്രമല്ല എന്നാണ് കേട്ടോ. അത് ജനിക്കുമ്പോൾ തന്നെ തലച്ചോറിലുള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന സംവിധാനം വഴിയാണെന്ന് ഇദ്ദേഹം വാദിച്ചിട്ടുള്ളത്, നോം ചോംസ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88. ദ ആക്രോണിം ഓഫ് ഡയറ്റ് സ്റ്റാൻഡ് ഫോർ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഡയറ്റ്, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇത് എന്താണ്? 1986 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ ജില്ലയിലും ഈ ഒരു ഡയറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കേട്ടോ. 89. വിച്ച് among the following is an imperative sentence എന്ന് പറഞ്ഞത്. വിച്ച് among the following is an imperative sentence. ഓക്കെ, എന്താണ് ഇമ്പാരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞ, അതല്ലെങ്കിൽ ഒരു കമാൻഡ്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, ഒരു ഉപദേശം എന്നിവ നൽകാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്, സെന്റൻസുകളാണ് ഇമ്പാരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ കമാൻഡ്, അഡ്വൈസ് ഇവ നൽകാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് ഇമ്പാരറ്റീവ് സെന്റൻസുകൾ പറയുന്നത്. ഇതിൽ ഏതാണ് ഇമ്പാരറ്റീവ് സെന്റൻസ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? ഒബേ യുവർ എൽഡേഴ്സ് എന്നാണ് കേട്ടോ. മുതിർന്നവരെ അനുസരിക്കുക എന്നുള്ളത് എന്താണ്? ഒരു ഇമ്പാരറ്റീവ് സെന്റൻസ് ആണ്. 90 എന്താണ്? ഡാഷ് ഈസ് ഹെർ ഫേവറേറ്റ് സ്പോർട്സ്. ഡാഷ് ഈസ് ഹെർ ഫേവറേറ്റ് സ്പോർട്സ് എന്ന്. ഇതിൽ ഓപ്ഷൻ ബി ആണ് സ്വിമ്മിങ്. സ്വിമ്മിങ് ഈസ് ഹെർ ഫേവറേറ്റ് സ്പോർട്സ്. എന്തുകൊണ്ടാണ് സ്വിമ്മിങ് ഇവിടെ വരുന്നത്? ജെറന്റ് ആയിട്ടാണല്ലേ വന്നത്. അതായത് ജെറന്റ്, അതായത് ഒരു വേർബിന്റെ കൂടെ ing ചേർത്ത് അതിന് എന്താണ് ഒരു എന്താ ഇവിടെ വരുന്നത്? അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ ജെറന്റ് ആണ് വരിക. ഓക്കെ,
അപ്പൊ എന്താ വെർബിന്റെ കൂടെ ING ഫോം ചേർക്കുന്നതാണ് ജെറൻഡ് അല്ലെ. അടുത്തത് നോക്കാം. 91 ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ വർഗീകരണം അനുസരിച്ച് ഭൗതിക ബോധാനുദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി സംഘാടനമാണ്. ക്വസ്റ്റ്യൻ 92 സൂക്ഷ്മബോധനത്തിന് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതിൽ ഓപ്ഷൻ എ ആ വരുന്നത്, അതായത് 1ഉം 2ഉം ശരിയെന്നാണ്. നൈപുണ്യ പരിശീലന പ്രക്രിയയാണ്. അതുപോലെ എന്താണ് 2 കുട്ടികളുടെ എണ്ണവും അതുപോലെ എന്താണ് ബോധന സമയവും തീരെ ചെറുതാണ്. ഇത് രണ്ടുമാണ് ഇത് സൂക്ഷ്മബോധനത്തിന് യോജിച്ച പ്രസ്താവനകൾ. അടുത്തത് 93 ജ്ഞാന നിർമ്മിതിവാദത്തിലെ മൂല്യനിർണയ രീതികളിൽ ഉൾപ്പെടാത്തത് എന്നാണ്. ഓപ്ഷൻ ഡി യൂണിറ്റ് ടെസ്റ്റ് ആണ്. 94 മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി മാധവൻ അയ്യപ്പത്താണ് കേട്ടോ. മാധവൻ അയ്യപ്പത്താണ് മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത്. 95 ചെറുകഥയിലെ സംക്രമ പുരുഷനാണ് ഉറൂബ് എന്ന് നിരീക്ഷിച്ചത് ആര്? ഓപ്ഷൻ എ KS രവികുമാർ ആണ് കേട്ടോ ഇങ്ങനെ നിരീക്ഷിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ഇവിടെ എന്താണ് ഓരോ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ തന്നിട്ടുണ്ട്. അവരുടെ ആത്മകഥയാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഏതായിട്ടുള്ളത് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. അതായത് A4 നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. A4 ആണ് കേട്ടോ. ഞാൻ എഴുതിയിട്ടുള്ളത് അന്ന ചാണ്ടിയാണ്. B1 അതായത് ഓർമ്മയുടെ തീരങ്ങളിൽ തകയുടെ എന്താണ് ആത്മകഥയാണ്. അതുപോലെ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ആരുടേതാണ്? ഭാരതി ഉദയഭാനുണ്ട് കേട്ടോ. ഭാരതി ഉദയഭാനു ആത്മകഥ എന്താണ്? അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക്. എന്റെ വൈത്തിരിവ് പൊൻകുന്നം വർക്കിയാണ് കേട്ടോ. എന്റെ വൈത്തിരിവ് പൊൻകുന്നം വർക്കി. അടുത്തത് 97ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമ്പ്യാന്തമേയ കൃതികളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് കേട്ടോ. എന്താണ് നമ്പ്യാന്തമേയ കൃതികളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ദേവി മാഹാത്മ്യം. ദേവി മാഹാത്മ്യം നമ്പ്യാന്തമേയ കൃതികളാണ് ദേവി മാഹാത്മ്യം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 98ാമത്തെ ക്വസ്റ്റ്യൻ. വി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിലെ സൂചിതമായ ചരിത്ര പുരുഷന്മാർ ആരെല്ലാം? വി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിൽ സൂചിതമായ ചരിത്ര പുരുഷന്മാർ ആരെന്നാണ്? ഓപ്ഷൻ ബി കുമാരനാശാനും ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ആരാ എഴുതിയിട്ടുള്ളത്? വി ഷിനിലാനാണ്. ഈ ഒരു കഥയിൽ ആരൊക്കെയാണ് പറ്റിയാണ് പറയുന്നത്? കുമാരനാശാനെയും ശ്രീനാരായണ ഗുരുവിനെയും പറ്റിയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 99 വാദ്യാർ കഥകളിലൂടെ പ്രസിദ്ധനായ കഥാകൃത്ത് ആര്? വാദ്യാർ കഥകളിലൂടെ പ്രസിദ്ധനായ കഥാകൃത്ത് ആരെന്നാണ്? ഓപ്ഷൻ എ കാരൂർ നീലകണ്ഠപിള്ള ആണ് കേട്ടോ. കാരൂർ നീലകണ്ഠപിള്ള. 100ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഏതാണ്? കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകളാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഏതാണ്? 1ഉം 2ഉം 3ഉം ശരി എന്നാണ്. അതായത് പാച്ചു മൂത്തത് എഴുതിയ കൃതിയാണ്. അതുപോലെ ചോദ്യോത്തര രൂപത്തിൽ എഴുതപ്പെട്ടു. സംസ്കൃത രീതി അവലംബിച്ച് മലയാളത്തിന് വ്യാകരണം നിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് കേരള ഭാഷാ വ്യാകരണം പറ്റിയിട്ടുള്ള പ്രസ്താവന? പാച്ചു മൂത്തത് എഴുതിയ കൃതിയാണ്. ചോദ്യോത്തര രൂപത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സംസ്കൃത രീതി അവലംബിച്ച് മലയാളത്തിൽ വ്യാകരണം നിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.